ഗൈസ്, അപ്പം ഇന്ന് ഒരു ഡേ ഔട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഡേ ഔട്ട് എന്ന് പറയുമ്പം എങ്ങോട്ടേക്കാണ് ഗൈസ്? ഗായു, നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? അവളോട് മറ്റേ കളിച്ചോണ്ട് ഞാൻ ചോദിച്ചപ്പം അപ്പം നമ്മൾ പോകുന്നത് സംഭവം തൃശ്ശൂർ ഒന്ന് കറങ്ങണം. ഒന്ന് ശക്തനമ്പലം പോകണം. പിന്നെ കുറച്ച് പണീസും ഉണ്ട്. മെയിനായിട്ട് വേറെ പരിപാടി കഴിയുന്നു. എൻ്റെ മുടി കണ്ടു ഗൈസ്, ഇത് ഞാൻ വെട്ടാൻ പോവാണ്, ഇത് ഞാൻ ഷോർട്ടാക്കാൻ പോവാണ്. അപ്പം നിങ്ങൾ എത്ര പേര് എന്നെ തെറി വിളിക്കും എന്ന് എനിക്കറിയില്ല. നല്ല മുടിയാണ്, എന്തിനാണ് നാശാക്കുന്നത്, എനിക്ക് എന്തിൻ്റെ കേടാണ്, എന്തിൻ്റെ സുഖേടാണ് ഇതൊക്കെ വരുന്നത് എനിക്കറിയാം. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം നിലവിൽ വേറെ രക്ഷയില്ല. കാരണം ഇതിൻ്റെ ഉള്ളിൽ മൊത്തം പോയി കിടക്കുകയാണ് ഗൈസ്. ഇത് സത്യം പറഞ്ഞാൽ ഷാമ്പു ഇട്ടിട്ട് നിലനിർത്തി വെച്ചിട്ടുള്ള സാധനമാണ് ഈ മുടി ഇങ്ങനെ കിടക്കുന്നത്. ഇതല്ലാണ്ട് ഒരു ഒറിജിനൽ കോലം നല്ല വൃത്തിയിൽ ഷാമ്പു ഒന്നും ഇടാണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് പിടിച്ചാൽ തന്നെ ഇത്രയായിട്ടുണ്ട് കട്ടി വന്നിട്ട്. നല്ല ഇത്ര വരുമ്പോൾ ഇത്ര കട്ടി കിട്ടോ. ഇപ്പോൾ ഉള്ള കട്ടി ചെയ്യുന്ന കുറഞ്ഞാണ് എൻ്റെ മുടിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അതല്ല അവസ്ഥയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ലക്ഷ്യം വന്നിട്ട് വേറെ ഒന്നുമല്ല, കട്ട് ചെയ്ത് ഷോർട്ടാക്കണം. അതിന് ശേഷം കുറച്ച് വളവും ഇതൊക്കെ കൊടുത്തിട്ട് എനിക്കിതിനെ വളർത്തിയെടുക്കണം. കാരണം നല്ലൊരു കഷൻ്റെയൊക്കെ കയറിയിട്ട് കണ്ടോ ഗൈസ്, നല്ല അവസ്ഥയായി വരുന്നുണ്ട്. എനിക്ക് കാണിക്കാനുള്ള മടി കൊണ്ടാണ് ഗൈസ് കാണിക്കാണ്ടിരുന്നത്. കണ്ടോ ഞാൻ അപ്പം ഇങ്ങനത്തെ ഹൗസോടെ വെറുതെ ചീലിച്ചോണ്ടൊക്കെ ഞാൻ കളിക്കുന്ന കളി കണ്ടിട്ട്. അപ്പോൾ നമുക്കിതിനെ വളർത്തിയെടുക്കണം. കുറച്ച് വളവും ഇതൊക്കെ കൊടുത്തിട്ട് വെള്ളവും വളമൊക്കെ കൊടുത്തിട്ട് അപ്പോൾ വളർത്തണമെങ്കിൽ ഇത്രയും വലിയ ഹെയർ ഉണ്ടാകുമ്പം നമുക്ക് ആ വെള്ളവും വളവും കൊടുക്കുമ്പോൾ കറക്റ്റ് പിടിക്കൂല. അപ്പം നമ്മൾ ഷോർട്ട് ആക്കിയതിന് ശേഷം എല്ലാവരും കൊടുക്കും, വെള്ളം വളം കൊടുത്തിട്ട് നമുക്കിത് വളർത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ കട്ട് ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. തൽക്കാലം ഞാൻ പോയിട്ട് കുളിച്ച് നരച്ച് റെഡി ആവട്ടെ പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ ഉറക്കത്തിന് എണീച്ചുകൂടി ഇരിക്കുന്ന കോലത്തിനാണ് ഇവിടെ ഉള്ളത്. സോ ഗൈസ് ബൈ ബൈ. നിലവിൽ ഒരു കോലമിലാണ് ഗൈസ്. ഞാനിവിടെ ക്യൂട്ട്നെസ് വാരി എറിഞ്ഞ് കളിക്കുകയാണ് ഗൈസ്. കാണിച്ചിട്ടുണ്ട് ഫുൾ ലുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വന്നിട്ട് കാണിച്ചിട്ടാണ്. ആൻഡ് ദിസ് ഇസ് മൈ ഫുൾ ലുക്ക്. എൻ്റെ ഇടയിൽ കൂടെ ബാക്കിൽ ആക്ച്വലി കുറേ അവിടെ അപ്പുറത്തൊക്കെ റെഡി ഓടി നടക്കുമായിരുന്നു. ആൻഡ് അങ്ങനെ ബബർ സൂട്ടും അതിൻ്റെ ഉള്ളിൽ ഒരു ഷർട്ടൊക്കെ ഇട്ടിട്ട് ഞാനിങ്ങനെ അങ്ങനെ ഒരു കോസ്റ്റ്യൂം സെറ്റൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ 3 എണ്ണം കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഇതൊക്കെ എഴുതിയതിന് ശേഷം ഞങ്ങൾ അവിടെ ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി നടക്കുകയാണ്. അത് നല്ല വെയിലുണ്ട് സത്യം പറയാലോ. ആ വെയിലത്ത് ഇങ്ങനെ മറ്റേ കരിഞ്ഞ് ഉണങ്ങിയിട്ടാണ് നടക്കുന്നത്. എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എല്ലാവരെയും കാണിച്ച് കുറച്ച് ഇളിച്ച് കളിച്ച് നടന്നു. അവിടെ എത്തി ഗൈസ്, എൻ്റെ മുടി വെട്ടാൻ തുടങ്ങി. എനിക്ക് പോണ കണ്ടപ്പോഴുള്ള വിഷമുണ്ടല്ലോ, സത്യം നല്ല വിഷമുണ്ട് വെട്ടുമ്പം. എന്നാലും വേറെ രക്ഷയില്ലാത്തതുകൊണ്ട് ഞാൻ വെട്ടി ഗൈസ്. ദിസ് ഈസ് മൈ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് പറയൂ ഗൈസ്. ആ ചേച്ചി അത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മറ്റേ ചീന്തി ഇതാക്കി വെക്കുമായിരുന്നു. അതിനിടെ ഞാൻ കുറച്ചിങ്ങനെ പ്രഹസനം കാട്ടിരുന്നു. ഓക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തന്നെ എന്നെ നോക്കി ഇതാക്കി കളിക്കുകയാണ്. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ വെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രഹസനം വേണമല്ലോ. അവിടെ ഗായും മുടി തച്ചം വെട്ടാൻ പോയി. ആ നേരം കൊണ്ട് ഞാൻ അവിടുന്ന് കുറേ നേരം കളിച്ചുകൊണ്ടിരുന്നു. അതിനിടെ ഋതു വീണ്ടും കാണുന്നുണ്ടോ നിങ്ങളിതെല്ലാം? ഞാൻ കഴിഞ്ഞ ഋതു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീണ്ടും അവിടെ കളിച്ചുകൊണ്ടിരിക്കരുത്. എന്നിട്ട് ഞാനിങ്ങനെ സൂമൊക്കെ ചെയ്ത് എൻ്റെ മുടി ഇങ്ങനെ അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ റിഗ്രറ്റൊക്കെ വരും, എങ്കിലും ഞാൻ ആസ്വദിക്കാൻ ഒരു നിമിഷം പോലും സമയം കളയാണ്ട് വീണ്ടും പറ്റാണത്ര നേരം ഞാൻ എന്നെ തന്നെ നോക്കി ഹായ് ഹൈയടാന്നുണ്ട് നോക്കിയിരിക്കുക. ആൻഡ് ദിസ് ഇസ് ദർ. നിങ്ങൾ കണ്ടു ഗായുവിൻ്റെ മുടി അടി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതും കഴിഞ്ഞ് ചേച്ചി അതും വീഡിയോ എടുക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെ അറ്റ് ലാസ്റ്റ് ചൂട് കാരണം മുടി കെട്ടിവെച്ച് പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും ഞാൻ കാറ്റൊക്കെ വന്നപ്പോൾ ഹായ് എന്നൊക്കെ മുടി അയച്ചിട്ട് അങ്ങനെ ഞങ്ങൾ സ്റ്റോപ്പിലെത്തി ഗൈസ്. മുടിയൊക്കെ ഞങ്ങൾ ഹോസ്റ്റലിൽ അടുത്തുനിന്നാണ് വെട്ടിയത്. അങ്ങനെ വന്ന് ഇതൊക്കെ ആക്കിയതിന് ശേഷം വീണ്ടും ഞങ്ങൾ ഫുഡ് കഴിക്കാനെത്തി ഗൈസ്. ഞങ്ങൾ ടൗണിലേക്ക് സത്യം പറഞ്ഞാൽ ശക്തനിലേക്ക് പോകാൻ ഉദ്ദേശിച്ചത്, ശക്തനമ്പരാണ് ഉദ്ദേശിച്ചത് പാലസ്, പക്ഷെ നടന്നില്ല. ലാസ്റ്റ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഫുഡ് അടിച്ച് ഞങ്ങൾ കുറച്ച് ബർഗറും അതുപോലെ തന്നെ ഫലൂദയും കുറച്ച് നല്ല ഹെവി ഫുഡ്. ഇനി തൊട്ട് ഞങ്ങൾ ഡയറ്റാണ് ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കഴിച്ചത്. പക്ഷേ ഡയറ്റും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഗൈസ്. തൽക്കാലത്തേക്ക് ബൈ.